ആ കൈ ഹോൾഡ് ചെയ്തോ, ചെസ്റ്റിൽ ഹോൾഡ് ചെയ്തോ. ഓക്കെ 1 2 നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്ത് 3 4 5 6 7 8 മരിയല്ല ഇരിയടാ 9 10. ഓക്കെ അടുത്തത് സെയിം തന്നെ, ഫ്രോഗ് ജമ്പ്. എങ്ങനെയാണെന്നറിയോ? കാലകത്തി വെച്ച് സ്കോട്ടിൽ ഇരുന്നിട്ട് നിലത്ത് ടച്ച് ചെയ്തിരിക്കണം, തവള ഇരിക്കണ പോലെ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ജമ്പ് ചെയ്ത് മുകളിലേക്ക് പൊന്തുമ്പോൾ തവള ചാടുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട്, അതുപോലെ തന്നെ കൈ മുകളിലേക്ക് പൊന്തും. ഓക്കെ ചെയ്യാം. ആ 3000 4000 ഓടാൻ പോകാനുള്ളവർ വേഗം ചെയ്താണ്ട് പൊക്കോ. 7:30 ഇരിക്കേ. അതല്ല അത് ശ്രീഹരി ഇരിക്കണത്. കൈ പൊന്തിക്കണം, കാലും സ്പ്ലിറ്റ് ആവും, കൈയും സ്പ്ലിറ്റ് ആവും. നീ നോക്കി ബാക്കിൽ നോക്കി തിരിഞ്ഞു നോക്കി, ശ്രീഹരി നോക്കി. നന്ദേശ്വറല്ല സുമേഷ നോക്കി. ഹാഫ് സ്കോട്ടിൽ ഹോൾഡ്. യെസ് റെഡി പൊസിഷൻ. വൈകെ സുമോ ഗുസ്തിക്കാർ നിൽക്കണായിട്ടില്ല, താഴേക്ക് ഇരിക്കേ. ആ ഓക്കെ 1 നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്ത് 2 പറക്കും മുകളിലേക്ക് 3 4 5 6 7 8 9 10. ഓക്കെ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ എക്സാം നടക്കുമല്ലേ, ഈ എക്സാമിന്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. കാരണം എന്താണെന്നറിയോ? റീസൺ, ഈ എക്സാമിന്റെ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണതിന്റെ റീസൺ എന്താ? വേസ്റ്റ് ഓഫ് ടൈം ആവരുത്, കാരണം അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്. മനസ്സിലായോ? ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ കാണുന്ന ഒരു റിസൾട്ടും പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്നല്ല ആരുടെയും. അത് കണ്ടമാനം ദിവസങ്ങൾ കഷ്ടപ്പാട് ഇട്ട് എഫോർട്ട് ഇട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയെടുക്കുന്ന റിസൾട്ടാ. അപ്പൊ അത് കാരണം കൊണ്ട് ഈ വർക്കൗട്ടുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ഉഴപ്പരുത്. പ്ലയോമെട്രിക്സ് ചെയ്യുക, അല്ലെങ്കിൽ റണ്ണിങ് ABC ചെയ്യുക, ഷട്ടിൽ റണ്ണ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ വർക്കൗട്ടിന് എന്തുണ്ട്? അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളിത് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സെക്ഷനിലെ ഇത്രയും ടൈം പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ കിട്ടില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഏഞ്ചലും മറിയാമയും ശ്രീലക്ഷ്മി ഒരുമിച്ച് നടക്കണു. ഈ 3 പേര് ഒരുമിച്ച് തന്നെയല്ലേ കോമ്പറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ 3 പേര് ഒരുമിച്ചല്ലേ വർക്കൗട്ട് ചെയ്യണത്. അപ്പൊ നിങ്ങൾ 3 പേരിൽ ആരാണോ ഏറ്റവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്നത്, അവർക്കല്ലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പം അവള് ചെയ്യണേക്കാളും നന്നായിട്ട് എന്ത് ചെയ്യണം? നീ ചെയ്യണം. നീ ചെയ്യണേക്കാളും നന്നായിട്ട് എന്ത് ചെയ്യണം? സോറി, ഇവള് ചെയ്യണേക്കാളും നന്നായിട്ട് എന്ത് ചെയ്യണം? നീ ചെയ്യണം. അങ്ങനെ അങ്ങടും ഇങ്ങടും ഇതിനകത്ത് ഒരു ഇന്റേണൽ കോമ്പറ്റീഷൻ നടക്കണ പോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സെന്ററിൽ ഇരുന്ന് ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ കൂടെ കോമ്പറ്റ് ചെയ്യണവര്. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ ഫെയിൽ ആയി പോവാതിരിക്കണമെങ്കിൽ, ഓപ്പോണന്റ് എന്തായാലും ഉണ്ട്, അവിടെ ഫെയിൽ ആയി പോവാതിരിക്കണമെങ്കിൽ ഷുവറാണ്, കമ്പൽസറി ആണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് വർക്കൗട്ടിന്. മനസ്സിലായോ ഞാൻ പറഞ്ഞ സംഭവം എന്നാന്ന്? ഒരു കാര്യം ചെയ്തോ, ആ 4000 കൂടെ ഉള്ളൊരു പൊക്കോ. മീഡിയം പേസ് അല്ല കേട്ടോ, 80% എഫോർട്ടിലാണ്. ആ പോട്ടെ. നിനക്ക് 5000 അല്ലേ പറഞ്ഞേ? 5000 80% ഞാൻ ആ ഒരു എഫോർട്ടിൽ തന്നെ വന്നു അത്. ഓക്കെ പോട്ടെ, സമയം കളയണ്ട. പിന്നെ എടാ നിങ്ങളും പൊക്കോ.